കാര്യമൊക്കെയാണ് ഇപ്പോൾ രാവിലെ കൊടുക്കുന്നത്. കറികളും വളരെ പരിമിതിയായിട്ടാണ് കൊടുക്കുന്നത്. ചിക്കൻ, ബീഫ്, മട്ടനൊക്കെ ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കറികളും ഉച്ചയ്ക്കൊക്കെ വളരെ പരിതാപകമാണ്. അങ്ങനെ ചെറുതായിട്ടൊക്കെ ചൂടാക്കി പറക്കി അങ്ങനെ കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. അടുപ്പ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ. ഇവിടെ ഭക്ഷണത്തിൻ്റെ മെനു ഒക്കെ മാറ്റി, പിന്നെ റേറ്റും ഇപ്പോൾ പഴയ റേറ്റൊന്നും അല്ല, 2-3 രൂപ വെച്ച് കൂടി. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ വിറകടുപ്പും ഉപയോഗിക്കാൻ വിറകും കിട്ടാതെയായി. ഇതോടെ വീട്ടിലെ അടുക്കളകളിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ പാചകത്തിനു വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന അവസ്ഥയാണ്. പാചകവാതകക്ഷാമം ഇങ്ങനെ തുടർന്നാൽ അടുത്ത 2 മാസത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. നിലവിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. പകലും രാത്രിയിലും ഒരുപോലെ AC-യും ഫാനും ഉൾപ്പെടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊപ്പം പാചകത്തിനു കൂടി ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതോടെ വൈദ്യുതി അമിതമായി ഉപയോഗിക്കപ്പെടും. ഉപയോഗം കൂടുന്നതോടെ പുറത്തുനിന്നും വൈദ്യുതി സർക്കാരിന് വാങ്ങേണ്ടി വരുന്ന സ്ഥിതിയാകും. ഇതോടെ വൈദ്യുതി നിരക്ക് വർദ്ധിക്കുമെന്ന ഉറപ്പ്. നിരക്ക് വർധനവ് സർചാർജായി അടുത്ത മാസങ്ങളിൽ ബില്ലിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. വെച്ചാൽ ഗ്യാസിൻ്റെ കുറവ് കൊണ്ട് ആളുകൾ അതിൽ പോകുമ്പോൾ നമ്മളതിന് പറയുന്നതിനൊരു ലിമിറ്റുണ്ട്. എന്നാലും കഴിയുന്നത്ര നിയന്ത്രിച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാകുമല്ലോ. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപയോഗം രേഖപ്പെടുത്തിയ 2024 മാർച്ചിനേക്കാൾ കൂടിയ വൈദ്യുതി ആവശ്യകതയാണ് ഇത്തവണ ഉണ്ടായത്. 2024 മാർച്ച് മാസം രേഖപ്പെടുത്തിയ വൈദ്യുതിയേക്കാൾ ഉയർന്ന അളവ് ഈ മാസം 12-ന് രേഖപ്പെടുത്തി. ഒറ്റ ദിവസം കൊണ്ട് 220 മെഗാവാട്ടിന്റെ വർധനവുണ്ടായതോടെ KSEB ജാഗ്രതയിലാണ്. മാർച്ച് മാസമാണ് സാധാരണയായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉള്ള ഒരു മാസം. നിർഭാഗ്യവശാൽ ആ മാസം തന്നെയാണ് നമുക്കിപ്പോൾ ഇന്ധന പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം 65 മുതൽ 70% വരെ വൈദ്യുതി നമ്മൾ പുറത്തു നിന്നും വാങ്ങുകയാണ്. ഇലക്ട്രിക് ഉപയോഗം കുറയ്ക്കാൻ ചില ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ 10 മണി വരെ പാചകം ചെയ്യാം. വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ എത്രമാത്രം പ്രായോഗികമാകുമെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പാചകത്തിനായി വാതകം ലഭിക്കാതെ വന്നതോടെ വിപണിയിൽ പാചകത്തിനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും പാത്രങ്ങളും വാങ്ങുവാൻ വലിയ തിരക്കാണ്. വിറകിന് ചുട്ടുപൊള്ളുന്ന വിലയായതോടുകൂടി ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുകയാണ് വീട്ടമ്മമാർ. ആകെ അപ്സെറ്റായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നൊരു നിവൃത്തിയില്ല. നമുക്ക് വെളിയിൽ അടുപ്പ് കൂട്ടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇലക്ട്രിക് ഉപകരണങ്ങളെക്കുറിച്ച് തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ലത് നോക്കി വാങ്ങിച്ചെങ്കിലേ പറ്റൂ. പിന്നെ ബയോഗ്യാസ് വയ്ക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. വീടാകുമ്പോഴേക്കും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹോട്ടലിനെ സംബന്ധിച്ച് അത് ഒട്ടും സാധ്യമല്ല. പിന്നെയുള്ള ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വിറകാണ്. വിറകിനൊക്കെ വളരെയധികം വില കൂടി. അതുപോലെ തന്നെ വിറകിൻ്റെ അടുപ്പ് ഇപ്പോൾ കിട്ടുന്നില്ല. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നേരിട്ടിടപെടുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ഫലം കാണുമെന്നറിയില്ല. അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ സർക്കാരിനും അത് വലിയ പ്രതിസന്ധിയാകും. വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വില കൊടുത്തു വാങ്ങേണ്ടി വരും. ശ്രീധർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.